കണ്ടീഷൻ കുറച്ച് മോശമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അവരെ റിലേറ്റീവ്സ് എല്ലാം കൂടെ ഉണ്ട്. എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ല. എല്ലാവരും അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഫോൺ വെച്ചിട്ട് ചായ കുടിക്കേ? അറിയില്ല. എടാ ഞാനേ നിന്നെ കുറച്ചെങ്കിലും വിളിക്കാം. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് കയറുള്ളൂ. ഒന്ന് ഫ്രഷ് ആയി ശേഷം തിരിച്ച് വിളിക്കാം കേട്ടോ. ചന്ദ്രേട്ടൻ്റെ കാര്യം വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എന്താ ചെയ്യുക, ഓരോരുത്തർക്ക് ഓരോ വിധിയുണ്ടല്ലോ. ശരിക്കും എന്താ സംഭവിച്ചേ? രാത്രി കിടന്നുറങ്ങുമ്പോൾ ചന്ദ്രേട്ടന് സ്ട്രോക്ക് ഉണ്ടായി. അത് പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അയ്യോ, ചേച്ചി അപ്പോൾ തന്നെ അറിഞ്ഞോ? കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി അറിയായിരുന്നു. കുറച്ച് നാളായിട്ട് അവർ 2 പേരും സെപ്പറേറ്റ് റൂമിലാണ് കിടക്കുന്നത്. സൗന്ദര്യപ്പണക്കത്തിലാണത്രേ. ഈ വയസ്സ് കാലത്ത് 2 പേർക്കും 2 റൂമിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ലാത്ത കഷ്ടം തന്നെ. എന്നിട്ട് സ്ട്രോക്ക് വന്നപ്പോൾ ചന്ദ്രേട്ടൻ ചേച്ചിനെ വിളിച്ചു. ചേച്ചി ഫോൺ സൈലന്റിലാക്കി സുഖമായി കിടന്നുറങ്ങായിരുന്നു. പിന്നെ എങ്ങനെയാ ഫോൺ റിങ്ങിന് കേൾക്കുക? അയ്യോ, നേരം വെളുത്തപ്പോഴാണോ ചേച്ചി അറിഞ്ഞേ? നേരം വെളുത്ത് ചേച്ചി ഫോൺ നോക്കിയപ്പോൾ ചന്ദ്രേട്ടൻ്റെ കുറേ മിസ് കോളുകൾ ഫോണിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് ഫോൺ സൈലന്റിലാക്കി വെച്ചിരിക്കുകയെന്നുള്ളത്. അയ്യോ, പെട്ടെന്ന് തന്നെ ചേച്ചി ആംബുലൻസ് വിളിച്ചു. ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിനും 3-4 മണിക്കൂർ കഴിഞ്ഞു. സമയം വൈകും തോറും തലച്ചോറിലേക്കുള്ള സെല്ലുകൾ ഡെഡാകും. അതുപോലെ തന്നെ മാക്സിമം ഒരു 3 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷിക്കാനാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് കോമ സ്റ്റേജിലായത്. ഡോക്ടർ എന്താ പറയുന്നേ? രക്ഷപ്പെടില്ലേ? അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇനി അഥവാ ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചേച്ചി എന്തിനാ ഈ ഫോൺ സൈലന്റിലിട്ട് കിടന്നുറങ്ങിയത്? ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഫോൺ ചെയ്താൽ ഉറക്കം നഷ്ടപ്പെടില്ലേ? ആ സമയത്ത് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസിക്ക് ആയിരിക്കും. അല്ലാതെ നാട്ടുവർത്താനം പറയാനൊന്നും ആ സമയത്ത് ആരും വിളിക്കില്ലല്ലോ. അതൊന്നും ആരും ചിന്തിക്കാറില്ലല്ലോ. ഫോൺ സൈലന്റ് ആക്കി വെച്ചുകൊണ്ട് ഒരാളെ കോമയിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്ട്രോക്ക് ഉണ്ടായ സമയത്ത് തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ചന്ദ്രേട്ടൻ രക്ഷപ്പെട്ടനെ അല്ലേ? അതെങ്ങനെയാ? ഫോൺ എന്താണ്? ഒരു എമർജൻസി ഘട്ടത്തിൽ ഫോണിന്റെ അത്യാവശ്യം എന്താണ്? ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനോ സൈലന്റ് ആക്കി വെക്കാനോ പാടില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം.